അസ്സലാമലൈക്കും. ഞാനിന്ന് മെയിനായിട്ട് വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ കമൻറ്റിൻ്റെ അടിയിലുള്ള റിപ്ലൈക്ക് മറുപടിയായിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ എനിക്കൊരു ബാഡായിട്ട് 3 കമൻറ്റ് വന്നു. ഞാൻ അത് പൊതുവിലങ്ങ് ഡിലീറ്റ് ചെയ്ത്. കാരണം എൻ്റെ അടിയിൽ വന്ന കമൻറ്റിനാണ്. ഞാൻ ആരുമായിട്ടൊരു സാമ്യവും ഇല്ല. ആ പേര് തന്നെ അറിയില്ല. ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ സലാം പറഞ്ഞിട്ട് പോലും അടക്കാരാണ് മസ്റൂറ ഫാത്തിമ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ അറിയാം. ഞാൻ ചോദിച്ച് ഞാൻ ആ വീഡിയോ ചെയ്തത് എൻ്റെ അപ്പം നിനക്ക് അതിന് മുന്നേ എന്നെ വിളിച്ചുകൂടിയിരുന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതിന് മുന്നേ ഞാൻ വിളിക്കാൻ എനിക്ക് നമ്പറില്ലാന്ന്. പിന്നെ ഒരാളാണ് പറഞ്ഞത് കമ്മ്യൂണിറ്റിയിൽ നമ്പർ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, പൊതുവിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ നിൽക്കുന്ന ഒരാളല്ല. പിന്നെ നിനക്ക് വസ്തു ആയില്ലേ, വീടായില്ലേ? വസ്തു ഉമ്മ ഇഷ്ടദാനം തന്നതാണ്. വീടായില്ലേ? നിൻ്റെ മക്കളെ പോലെ 5 മക്കളെ പോറ്റാൻ വേണ്ടിയാണ്. ഞാനും അതുപോലെ 3 മക്കളെ പോറ്റാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിനക്ക് നാട്ടുകാരെ മുമ്പ് ഇരക്കുന്നില്ലേ? എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. നാളെ നിൻ്റെ വീഡിയോസ് 50 പേരെ കൊണ്ടിട്ട് എന്നെ റിപ്പോർട്ട് അടിപ്പിക്കുമെന്ന്. എന്നാൽ എൻ്റെ ചാനലൊന്ന് റിപ്പോർട്ട് അടിക്കട്ടെ. ആരാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലേ? ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ആരാണ് പറഞ്ഞതെന്നറിയാം. എനിക്ക് നമ്പർ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ വിളിച്ചത്. ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ പച്ച ഇറച്ചി തിന്നുന്ന ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ വല്ലാഹി ഡിലീറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് അള്ളാഹു സത്യം, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ആരെ വീഡിയോയും എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് പറയല്ലേ. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. എനിക്ക് വീടാവുന്ന എന്നെ സഹായിച്ച ആരങ്ങാണ്ട ചെന്ന് അവിടെ പറഞ്ഞെന്ന് മസ്റൂറ ഫാത്തിമക്ക് ലക്ഷങ്ങൾ കിട്ടി. എത്ര എമൗണ്ടാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്കറിയാമോ? ബന്ധുക്കൾ 4.5 ലക്ഷം രൂപ ഇട്ട് എൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് കൊടുത്ത്. എന്നിട്ട് പോലും വീടാവാത്തത് കൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ ബാക്കി പൈസ ചോദിച്ചത്. അപ്പം നിങ്ങൾ തന്നത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. 10-50,000 രൂപ കിട്ടി. അതിനകത്ത് ആരൊക്കെയാണ് സഹായിച്ചത്? 100, 50, 500, പിന്നെ 10,000 രൂപ. അങ്ങനെയൊക്കെയാണ് 2 പേര് സഹായിച്ച് 20,000 അങ്ങനെയാണ് സഹായിച്ച് കിട്ടിയത്. അല്ലാതെ ഇതിനകത്ത് വലിയ എമൗണ്ട് ഒന്നും കിട്ടിയില്ല. എങ്കിൽ എന്നേ ഞാൻ താമസമായേനാ. എന്നെ വെല്ലുവിളിക്കേണ്ട, ആരും എന്നെ വെല്ലുവിളിക്കേണ്ട. എൻ്റെ ചാനൽ നാളെ റിപ്പോർട്ട് അടിക്കുമെന്ന് എൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞ്. നാളെ എൻ്റെ ചാനൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ ചാനൽ മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് വരും. എന്നെ വെല്ലുവിളിക്കാൻ. ഞാനും തിരിച്ച് അവരെ ചാനൽ റിപ്പോർട്ട് ചെയ്യില്ല. കാരണം ഞാനും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് സംസാരിക്കാം. ഒരു മനുഷ്യൻ്റെ കൂടെ ഇത്ര അഹങ്കാരത്തിലെന്ന് ആരുടെ സംസാരിക്കരുത്. ഞാൻ പേടിച്ച് ഫോൺ കട്ട് ചെയ്ത്. പിന്നെ ഒരു കാര്യം, ഞാൻ നിക്കാഹ് കഴിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ ഇവിടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇതുവരെയും ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇന്നൊരു ഫോൺ കോളിൽ സംസാരിച്ചിട്ടുണ്ട്. അഹങ്കാരത്തിൻ്റെ പുറത്ത് സംസാരിക്കേണ്ട. ഞാൻ 3 മക്കളെ പോറ്റാൻ വേണ്ടിയല്ല യൂട്യൂബ് ചാനൽ എടുത്തത്. ഞാൻ ഈ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും എൻ്റെ ഇക്ക കാണാൻ വേണ്ടി തന്നെ യൂട്യൂബ് ചാനൽ ആദ്യം എടുത്തത്. അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. എന്നെ എന്താ പബ്ലിക്കിൽ കാണിച്ചിട്ട് ഇതാക്കി തരുമെന്ന്. അപ്പോൾ എന്നെ എന്താ പബ്ലിക്കിൽ കാണിക്കേണ്ടിയുള്ള? ഞാൻ എന്താ അതിനകത്ത് മോശത്തരം കാണിക്കുന്ന? എൻ്റെ കഴിഞ്ഞു പോയ ലൈഫ് അതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഞാനിപ്പം 3 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് ഒരു ജീവിതത്തിൽ ജീവിക്കുന്നു. ഉപ്പ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞ്, നീ വാടക വീട്ടിലല്ലല്ലോ താമസിക്കുന്നത്, നിനക്ക് ആരെങ്കിലും വീടെങ്കിലും പറഞ്ഞ് കയറി കിടക്കാൻ ഉണ്ടല്ലോ. നിനക്ക് എൻ്റെ ഉമ്മ ഇഷ്ടദാനം തന്നെയാണ്, വല്ലാഹി സത്യം. പിന്നെ ബാക്കി എല്ലാവരും കൂടെ എടുത്ത് ഈ മക്കൾ, എനിക്ക് മൂത്തത് പെൺകുഞ്ഞാണ്. ഞാൻ ഇതുവരെ ഒരു നിക്കാഹ് കാര്യമോ ഒരു വിവാഹ കാര്യമോ ഒന്നും യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിയത്. ഞാൻ നിങ്ങളെ മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയണതും ഒരു തരത്തിലെ ഇരക്കലാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, നാട്ടുകാരെ മുമ്പ് നീ ഇരക്കുന്നു. എന്ത് വാക്കാ പറയണത്? എനിക്ക് മക്കളില്ല എന്ന രീതിയിൽ ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ സങ്കടം കൊണ്ടിട്ടാണ് അങ്ങോട്ട് ഫോൺ വിളിച്ചത്. അതെൻ്റെ തെറ്റ് തന്നെയാണ്. ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ ഭീഷണി, നാളെ എൻ്റെ റിപ്പോർട്ട് അടിച്ച് എൻ്റെ ചാനൽ നാളെ റിമൂവ് ആക്കി കളയുമെന്ന് പറയുന്നത്. എന്നെ ആരും വെല്ലുവിളിക്കല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരും ബാഡായിട്ട് വന്നിടല്ലേ. ഞാൻ പറഞ്ഞ എന്താണ്, എൻ്റെ വീഡിയോസിൽ നല്ല വ്യൂസായിട്ട് വന്നതാ. ഞാനും അവരും തമ്മിലൊന്നും യാതൊരു ബന്ധങ്ങളും ഇല്ല. ഞാൻ അങ്ങനത്തെ രീതിയിൽ രീതിയിലും പോലെയല്ല നടക്കുന്നത്. ഞാൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ നടക്കുന്നത്. ഞാൻ ഇവിടെ ഇപ്പോഴും ആരെ പേര് പറയണതുമില്ല. കാരണം ഞാൻ ഫോട്ടോസ് പോലെ ആരതും ഇട്ടില്ല. പിന്നെ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക. ഞാൻ എന്താ നാട്ടുകാരെ മുമ്പ് ആയിരുന്നു, എനിക്ക് വീടാവണം, എനിക്കതൊരു നീയത്താ, എനിക്ക് വീടാവണം. എനിക്ക് എൻ്റെ 2ാമത്തെ മോൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് വീടാവണം. എനിക്ക് തന്നെ ഒരു 6-7 ലക്ഷം രൂപ നമ്മുടെ ഭാഗത്തു നിന്നിട്ട്, എന്നിട്ടും പണി തികയുന്നില്ല. അതുകൊണ്ടിട്ടാണ് നിങ്ങളെ മുമ്പ് ആരും എരുന്നതല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണേ. ഞാൻ റബ്ബർ പാൽ എടുത്തിട്ട് ഈ നിമിഷം വരെ പടച്ചോ സത്യമായിട്ട് ചോറ് പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ മുമ്പ് എരുന്നല്ല. ഞാൻ നിങ്ങളടുത്ത് നിങ്ങളെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പിറ്റേ ദിവസത്തെ വീഡിയോ ഇടുന്നത്. അത് ചിലപ്പോൾ ഞാൻ അനുഭവിച്ച വേദന കൊണ്ട് ചിലപ്പോൾ എൻ്റെ കണ്ണീര് വരും.
എന്നെ വെല്ലൊന്നും ആരും വിളിക്കണ്ട. അത്രയും വലിയ ചാനലൊന്നും അല്ല, ചെറിയ ചാനലാണ് എന്നുണ്ടെങ്കിലും ഞാൻ ആർഭാടം കാണിച്ചിട്ടോ വേറെ രീതി കാണിച്ചിട്ടോ ഒന്നുമല്ല വീഡിയോ ഇടുന്നത്. എൻ്റേതായ സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് മെനിഞ്ഞാന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീഡിയോ ഒരടിയിൽ വന്നിട്ട് ബാഡ് ഇടല്ലേ പറഞ്ഞ് അത് നിങ്ങൾ കേട്ട്. ലൈവിൽ വന്നപ്പോൾ ഇത്താമാർ പറഞ്ഞ് നിങ്ങളെല്ലാവരുമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, എൻ്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ചാനലാണ്, എനിക്ക് വരുമാനത്തിൻ്റെ ഘട്ടമൊന്നും ആയിട്ടില്ല, ഡോളർ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു $100 9,000 രൂപ. ഞാൻ പ്രൊമോഷൻ വർക്കറല്ല, ഞാൻ എൻ്റെ ഫാമിലിയാണ് നിങ്ങളുടെ അടുത്ത് പറയണത്. എനിക്ക് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ 3 കുഞ്ഞു മക്കളാണ്. ഞാൻ പൂട്ടിയിട്ടിട്ടൊക്കെയാണ് ജോലിക്ക് പോകണം. ഞാൻ 1 വയസ്സിൽ പൊടിയുടെ ജോലിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ പൊടിക്ക് 3 പൂർത്തിയായി, 4 തുടങ്ങി. എന്നാരും വെല്ലുവിളിക്കണ്ട, ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണതുമില്ല. നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കിക്കോ, നിങ്ങൾ ഡിലീറ്റ് ആക്കൂ. 50 പേരെ കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ. എനിക്ക് ആരും വല്ലാക്കി നിങ്ങൾ പറയും നിങ്ങൾ 500 തന്ന്, 50 തന്ന്, 1000 തന്ന്, പല തവണയായിട്ടാണ് തന്ന. ആ പൈസ എല്ലാം എടുത്ത് കൊടുത്ത് ആദ്യം ഒരു 25 രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം പൈസ കൊടുത്തു. ആദ്യം എൻ്റെ വീട് തുടങ്ങിയിട്ട് എത്ര മാസമായി എന്നറിയാമോ? പണി തുടങ്ങിയിട്ട് അങ്ങനെ നാട്ടുകാരെ മുമ്പ് ഇരന്നിട്ടല്ല, എൻ്റെ പടച്ച സത്യത്തെ മനസ്സറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ തന്നത്. എത്ര പേരെന്നെ വിളിച്ചിട്ട് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് നമ്മൾ വാപ്പ ഇല്ല മക്കളെ എത്തി മക്കൾക്ക് നേരത്താക്കുന്നതൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടണത്. എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ മക്കളെ പറയരുത്. ഞാൻ ഇപ്പോഴും പറയണേ, എൻ്റെ മക്കളാരും പറയരുത്. നീ പറഞ്ഞതിരിക്കട്ടെ, ഇനി നീ പറയരുത്. നാട്ടുകാരെ മുമ്പ് നിൻ്റെ ഇരക്കുന്ന ആ കാര്യമൊന്നും പറയരുത്. നാളൊരു സമയത്ത് നീ അങ്ങനെ ഇരന്നിട്ടാണ് ഒരു സമയത്ത് നിൻ്റെ ഒരു കാര്യം നടന്നത് എന്ന് നീ ഓർക്കുക. എൻ്റെ മനസ്സ് പച്ച ഇറച്ചി ഞാൻ ആരെ പേരും പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്തത്. ഇസ്ലാമിൻ്റെ ഒരു നിയമം ഞാൻ പറഞ്ഞതാണ്. നമ്മളൊരു സമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പം ഉസ്താക്കന്മാർ കാണും, ഇത്താമാർ കാണും, അറിവുള്ളവർ കാണും, തെറ്റെന്ന് പറയണവർ കാണും, ശരിയെന്ന് പറയണവർ കാണും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരാളെ മനസ്സ് വേദനിപ്പിക്കല്ലേ. ഞാൻ പൊരുത്തം ചോദിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്തൊന്നും പറഞ്ഞില്ല. നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ ആണ് പറഞ്ഞത്. അതേപോലെ നിക്കാഹിൻ്റെ കാര്യവും പറഞ്ഞത്. എനിക്കിവിടെ ഒന്നും പറയേണ്ട കാര്യം ഇതിനകത്ത് ഇല്ല. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ ഇരക്കുന്നെന്ന് നാട്ടുകാരും എൻ്റെ മക്കളെ ഇത് വെച്ചിട്ട് നിനക്ക് വസ്തു ആയില്ലേ, വീടായില്ലേ, അത് നിങ്ങൾ തന്നെ ഇതാണെങ്കിൽ എനിക്ക് റബ്ബ് വിധിച്ച അനുഗ്രഹമാണ് എൻ്റെ വീട്. അങ്ങനെയൊക്കെ ഒരാളൂടെ പറയാൻ കൊള്ളാമോ? അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളിലേ ഉള്ളൂ. ഞാൻ ഇതുവരെ അവരെ വിളിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു സ്ത്രീയും ഒരാളെയും ഒരു സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാളവിടെ മൗനം പാലിക്കുക. എനിക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടിട്ട് വലിയ ഉപകാരമൊന്നും വേണ്ട, ഒരു $100 കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ഇതുവരെ വരുമാനമൊന്നും ആയിട്ടില്ല. ഈ മക്കളെ 3 പേരെയും ഈ നിമിഷം വരെ ഞാൻ ചെറിയ ടെൻഷൻ വന്നാൽ പോലും ഞാൻ ഓവർ എന്ന് വെച്ചാൽ ഭാരം തലയിൽ എടുത്തു വയ്ക്കുന്ന പോലത്തെ അവസ്ഥയുണ്ട്. ഇതുപോലത്തെ ഒരവസ്ഥ ഒരു പെണ്ണിന് അതേപോലത്തേക്ക് അവസ്ഥകൾ തരണം ചെയ്ത് പോകുമ്പം അഹങ്കാരം കുറച്ച് സംസാരിക്കുക. നിങ്ങൾ അഹങ്കാരം നാശത്തിൻ്റെ കൊടുമുടിയാ. ഞാൻ എല്ലാം തികഞ്ഞവളായല്ലോ, അല്ലെങ്കിൽ ഞാൻ എല്ലാം തികഞ്ഞവനായല്ലോ എന്ന് എന്നെ എന്തോ കാണിച്ചില്ല. നാളെ 50 പേരെ കൊണ്ടിട്ട് എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിപ്പിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാ. ഞാൻ ഫോൺ കട്ട് ചെയ്ത്, കാരണം സംസാരിച്ചെന്ന് നിൽക്കത്തില്ല. എൻ്റെ പടച്ചവൻ സത്യമായിട്ടും ഞാൻ നിങ്ങളാരുടെയും കാര്യം ഇതിനകത്തൊന്നും പറയുന്നില്ല. എൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് അവരെ പേരിൽ പറയരുത്. എനിക്കത് ഇഷ്ടമല്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, ആരെയും പോലത്തെ വ്യക്തിയല്ല. എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. എൻ്റെ ഉമ്മ തന്ന വസ്തുവിലാണ് ഈ വീട് പൊങ്ങുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എങ്കിൽ എൻ്റെ പണം ഉള്ളതാ ഇത്രയും സഹായിച്ചിട്ട് ഉണ്ടെന്നെങ്കിൽ അവരെ വിളിച്ചിട്ട് മസ്റൂറ ഫാത്തിമാക്ക് അന്ന് ഞാൻ പ്രതികരിച്ചില്ല. മസ്റൂറ ഫാത്തിമാക്ക് വീടായി എന്ന് പറഞ്ഞത് ആ ആള് എനിക്ക് തന്നെ ഒരു പൈസ എന്നെ ഇതുപോലെ വിളിച്ച് ഞാനത് പറഞ്ഞു. മസ്റൂറ ഫാത്തിമാക്ക് ആരും സഹായിച്ചിട്ടില്ല. മസ്റൂറ ഫാത്തിമ സഹായിച്ചിട്ടുള്ളത് എൻ്റെ നല്ലൊരായ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് സഹായിച്ചത്. പിന്നെ എൻ്റെ മല്ലിക ചേച്ചി